ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിൻ്റെ ഉത്കൃതനം ഒന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഉത്കൃതം 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ തന്നെയായിരിക്കും എല്ലാ മക്കൾക്കും ചോദ്യങ്ങൾ വരുന്നത്. എന്തായാലും നമുക്ക് തന്നിട്ടുള്ള ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പട്ടം പട്ടം എന്ന പ്രവർത്തനമാണ്. വരക്കാം, നിറം നൽകാം, എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ ഡോട്ടിനെ നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് യോജിപ്പിക്കുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരച്ച് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിന് നല്ല ഭംഗിയായിട്ടൊരു നിറവും നിങ്ങൾ നൽകണം. ഓക്കെ, അപ്പോൾ ഇത് പട്ടാണ്. പട്ടത്തിന് ഈ രീതിയിൽ വരയ്ക്കുക. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നിറം കൂടെ നൽകുക. ഇനി ഞാൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാരാണ്? പട്ടമാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ പട്ടം എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, പട്ടം. ഇനി ഇതിന് താഴെയുള്ള ചോദ്യം നോക്കൂ. പ്രവർത്തനം 2 ആണ്. ചെടിയും പട്ടവും എന്നുള്ളതാണ്. പറയാം, എഴുതാം. അപ്പോൾ ചെടി ചോദിക്കുകയാണ്. പട്ടം നേരെ വന്നിട്ട് എവിടെ വീണു? ചെടിയിൽ വീണു അല്ലേ. അപ്പോൾ ചെടി ചോദിക്കുകയാണ്, നീ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറയുക? ഞാൻ പട്ടം എന്ന് പറയണം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? ഞാൻ പട്ടം, ഞാൻ പട്ടം, ഞാൻ പട്ടമാണ് എന്ന് പറഞ്ഞു. ഞാൻ പട്ടം എന്ന് എഴുതി കൊടുക്കുക. ഇനി താഴെ നോക്കൂ, വേറെ എന്താ ചോദിക്കുന്നത്? അപ്പോൾ പട്ടം ചോദിക്കുകയാണ്. പട്ടം അപ്പം എന്താ ചോദിക്കുക? ആരാ നീ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ആരാ നീ എന്ന് പട്ടം ചോദിക്കും. ആരാ നീ? അപ്പോൾ എന്താ പറയുക? ഞാൻ ചെടി എന്ന് പറയണം അല്ലേ. ഞാൻ ചെടി, ഞാൻ ചെടി, ഞാൻ ചെടിയാണ് എന്ന് പറയും. അപ്പോൾ അവിടെ ഞാൻ ചെടി എന്ന് എഴുതുക. ഇനി താഴെയുള്ള ചോദ്യം നോക്കൂ. ഇവിടെ എന്താ? പട്ടം കണ്ടത്. പടം നോക്കൂ, എഴുതൂ. ഇവിടെ പട്ടം ആകാശത്ത് നിന്ന് കണ്ട കാഴ്ചകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് ഇവിടെ നമ്മൾ ചെറുതാക്കിയിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കണ്ടിട്ടുണ്ട്? പട്ടം വണ്ടി കണ്ടു അല്ലേ. അപ്പോൾ വണ്ടികളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? വണ്ടികൾ കണ്ടു. ഓക്കെ, വണ്ടികൾ കണ്ടു. പിന്നെ എന്ത് കണ്ടു? വണ്ടികൾ കാണണമെങ്കിൽ അവിടെ എന്ത് കണ്ടിട്ടുണ്ടായിരിക്കും? റോഡ് അല്ലേ. അപ്പോൾ റോഡ് കണ്ടു. പിന്നെ എന്ത് എഴുതണം? ഇവിടെ നോക്കൂ, ഒരു പുഴ ഒഴുകുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് എഴുതാ? പുഴ കണ്ടു, പുഴ കണ്ടു. പിന്നെന്താ കണ്ടത്? പുഴയിൽ മീൻ കണ്ടു അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? മീന് കണ്ടു, മീന് കണ്ടു. പിന്നെന്താണ്? മലകളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ മലകൾ കണ്ടു, മലകൾ കണ്ടു. അങ്ങനെ ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ പൂക്കൾ കണ്ടു, അതുപോലെ തന്നെ മേഘങ്ങൾ കണ്ടു, മരങ്ങൾ കണ്ടു, കിളികൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഇവിടെ എഴുതാൻ പറ്റുന്ന അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണോ അതിൽ കാണുന്നത് നല്ലതായിട്ട് നോക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് തിന്നാം തിന്നാം എന്നുള്ളതാണ്. വരച്ചു ചേർക്കൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് വരച്ച് ചേർക്കാം അല്ലേ. ഓരോരുത്തരും തിന്നുന്നതിനനുസരിച്ച് വേണം നമ്മൾ വരച്ച് ചേർക്കാൻ. ഒന്നാമത്തത് ആരാണ്? പൊന്മാനാണല്ലേ. പൊന്മാൻ തിന്നുന്നത് ഏതാണ്? മീനാണ്. അപ്പോൾ മീനിലേക്ക് വരച്ചു കൊടുക്കുക. പിന്നെ കോഴിയാണ്. കോഴി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള പുഴുക്കളെയാണ്. അപ്പോൾ പുഴുവിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി ആരാണ്? തത്തയാണ്. തത്തൊക്കെ പഴമാണ് കഴിക്കുന്നത്. പഴത്തിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ആരാണ്? തേൻകുരുവിയാണ്. തേൻ നുകരാൻ വേണ്ടി പൂവിലേക്കും വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് വരച്ചു കൊടുക്കുക. ഇനി താഴെയുള്ള പ്രവർത്തനം നോക്കൂ. കണ്ടെത്തൂ, വട്ടം വരക്കൂ എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും വെളുത്ത നിറം. അതാരാണെന്നാണ് അവിടെ വരച്ചു കൊടുക്കേണ്ടത്. ആരാണ് അങ്ങനെയുള്ളത്? നമ്മുടെ കൊക്കാണല്ലേ. അപ്പോൾ കൊക്കിന് എന്ത് ചെയ്യുക? കൊക്കിലേക്ക് ഇങ്ങനെ ഒരു വട്ടം വരച്ചു ചേർക്കുക. വട്ടം വരക്കാനാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ. പൂവിലെത്തുന്നവർ എന്നുള്ളതാണ്. വരച്ചു ചേർക്കൂ. ഇതിൽ പൂവിലെത്തുന്ന കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരച്ചു ചേർക്കണം. ഒന്നാരാണ്? തേനീച്ച പൂവിലെത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ തേനീച്ചയെ വരച്ചു കൊടുക്കുക. അതുപോലെ പിന്നെ പൂവിലെത്തുന്നത് ആരൊക്കെയാണ്? ഒന്ന്
താറാവ് എത്തുമോ? ഇല്ല. വണ്ടോ? വണ്ട് പൂവിലെത്തും. അപ്പോൾ വണ്ടിനെയും വരച്ചു കൊടുക്കുക. ഉറുമ്പും തേന്നുകരാൻ വേണ്ടി പൂവിലെത്താറുണ്ട്. അപ്പോൾ ഉറുമ്പിനെയും വരച്ചു കൊടുക്കുക. മൂങ്ങ എത്താറുണ്ടോ? ഇല്ല. തേൻകുരുവി എത്താറുണ്ട്. അപ്പോൾ തേൻകുരുവിയെ വരച്ചു കൊടുക്കുക. പൂമ്പാറ്റ എത്താറുണ്ട്. പൂമ്പാറ്റയെ വരച്ചു കൊടുക്കുക. കോഴി എത്താറുണ്ടോ? ഇല്ല. കോഴി അങ്ങനെയൊന്നും എത്താറില്ല അല്ലേ. അപ്പോൾ ഇത്രയും പേരൊക്കെയാണ് ഇവിടെ എത്തുന്നത്. അവരെയൊക്കെ ആ കൂട്ടുകാരെയൊക്കെ പൂവിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാവരും നന്നായിട്ട് എഴുതുക, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.